അക്ഷരാർത്ഥത്തിൽ കേരളത്തെ ആകെ ഞെട്ടിച്ച ഒരു സംഭവമാണ് ഈ കഴക്കൂട്ടത്തെ 13-കാരിയുടെ തിരോധാനം. അതിനൊടുവിൽ ഈ 24-ന്റെ സഹായത്തോടു കൂടി ഈ മലയാളി സമാജത്തിലെ ആളുകൾ ഈ കുട്ടിയെ ഇന്നലെ ഈ ചെന്നൈ താമ്പര എക്സ്പ്രസിൽ നിന്ന് കണ്ടുപിടിച്ചു. അതിന് നിർണായകമായ ഒരാളുണ്ട്, ഒരു നിർണായകമായ ഒരു ഫോട്ടോഗ്രാഫ് ഉണ്ട്. അത് നെയ്യാറ്റിൻകര സ്വദേശിനി ബബിത എടുത്തൊരു ഫോട്ടോഗ്രാഫാണ്. ആ ബബിത ഇപ്പോൾ 24-നോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ ബബിത എടുത്ത ഒരു ഫോട്ടോഗ്രാഫാണ് ഇതിൽ നിർണായകമായത് എന്ന് വേണം അക്ഷരാർത്ഥത്തിൽ പറയാൻ. അല്ലെങ്കിൽ പോലീസ് ചിലപ്പോൾ കുറച്ചും കൂടി താമസിച്ചേനെ കുട്ടിയെ കണ്ടെത്താൻ എന്നുള്ളത്. എന്ത് തോന്നുന്നു? സന്തോഷം. ഒട്ടും വിചാരിച്ചില്ല കുട്ടീനെ കാണാതാവുമെന്നോ അല്ലെങ്കിൽ കുട്ടി ഒറ്റയ്ക്കാണെന്നോ ഒന്നും വിചാരിച്ചിട്ടില്ല. പിന്നെ കരഞ്ഞപ്പോൾ ഉടനെ അറിയിച്ചു. കുട്ടീനെ കിട്ടിയതുകൊണ്ട് ഒരുപാട് സന്തോഷം. ഇന്നലെയൊക്കെ ഈ പറയുന്നത് പോലെ ഇന്നലെ മാധ്യമങ്ങളിലൂടെ ഒക്കെ പറഞ്ഞൊരു കാര്യം പറയുന്നത് ഈ 24-ന്റെ വാർത്ത കണ്ടിട്ടാണ് ബബിത ആദ്യമായി ഈ കുട്ടിയെ തിരിച്ചറിഞ്ഞത്. അങ്ങനെയാണ് ഇത് പോലീസിലേക്ക് ബബിത പറയുന്നത്, പോലീസിനെ ഇൻഫോം ചെയ്തത്. അതിനുശേഷം 24-ലൂടെ തന്നെ കുട്ടിയെ കണ്ടെത്തുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ മാധ്യമ വാർത്തകളൊക്കെ ശ്രദ്ധിക്കാറുള്ള പൊതുവെ അങ്ങനെയുള്ള ഒരാളല്ല. പക്ഷെ പെട്ടെന്ന് ഇത്തരത്തിൽ അത് ശ്രദ്ധിക്കപ്പെടുന്നു. പിന്നെ അത് എന്താ പറയുക, നിർണായകമായി മാറുകയും ചെയ്യുന്നു. വളരെ യാദൃച്ഛികമായിട്ട് അന്ന് രാത്രി മഴ അങ്ങനെ കാറ്റൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചുമ്മാ ഒന്ന് ന്യൂസ് എടുത്ത് നോക്കിയെന്നേ ഉള്ളൂ. ഞാനിങ്ങനെ ഇടയ്ക്ക് എഴുന്നേൽക്കുന്ന ഒരാളാണ്, ഇടയ്ക്കൊക്കെ എഴുന്നേൽക്കും രാത്രി. അപ്പോൾ നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു കുട്ടിയെ കണ്ടു. നോക്കിയപ്പോൾ എൻ്റെ ഫോട്ടോയിലുള്ള അതേ സാമ്യമാണ്. അങ്ങനെ ഉടനെ ഞാൻ ഒരുപാട് തവണ 24-നെ വിളിച്ചു. അപ്പോൾ വിളിച്ചപ്പം ആദ്യം എടുത്തില്ല. അപ്പോൾ ഞാൻ കരുതി ഇനിയിപ്പം കിട്ടിക്കാണും, അല്ലെങ്കിൽ ഞാൻ നോക്കിയപ്പോൾ ആദ്യം അന്വേഷിക്കുന്നത് ശംഖുമുഖത്തൊക്കെയാണ്. അപ്പോൾ ഉറപ്പായിട്ട് വിളിച്ച് പറഞ്ഞേ പറ്റൂ, കാരണം അല്ലെങ്കിൽ ഇവർ പെൺകൊച്ചല് സമയം വൈകുന്തോറും ഇവർ ശ്രമിക്കുന്ന വേറെയാണ്. അപ്പോൾ ശംഖുമുഖത്തൊക്കെ വേറെ ആളുകൾ പറയുന്നു വേറൊരു പയ്യൻ്റെ കൂടെയൊക്കെ കണ്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ അതല്ലെന്ന് എനിക്ക് മനസ്സിലായി. ആ കുട്ടി എന്തായാലും ഒറ്റയ്ക്കാണ്, ഒറ്റയ്ക്കല്ല, അങ്ങോട്ടോട്ട് പോയി കണ്ടല്ലോ. അപ്പോൾ എന്തായാലും അറിയിക്കണം എന്ന് തോന്നി. ഒരുപാട് തവണ വിളിച്ചപ്പോൾ എടുത്തില്ല. പിന്നെ ഉറങ്ങിക്കിടന്ന ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു. അപ്പോൾ അവരും നീ എടുത്ത ഫോട്ടോ കറക്റ്റാണ് എന്ന് പറഞ്ഞ് അപ്പോൾ എന്തായാലും അറിയിക്കണമെന്നുണ്ടെന്ന് ഉടനെ തന്നെ പോലീസ് തിരിച്ചെന്നെ വിളിക്കുകയും ഫോട്ടോ അയച്ചു കൊടുക്കുകയും കൺഫേം ചെയ്യുകയും ചെയ്തു. വേറെ ചില മാധ്യമങ്ങൾ ഇന്നലെ ബബിത ആദ്യമായി ഇത് ഇൻഫോം ചെയ്തതിനു ശേഷം ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിരുന്നില്ല. പക്ഷെ ചില മാധ്യമങ്ങൾ ബബിതയാണെന്ന് പറഞ്ഞ് മറ്റു ചിലരെ കാണുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായി. അതൊക്കെ കണ്ടപ്പോൾ എന്ത് തോന്നി? അത് ഞാനല്ല. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് മുഖം കാണിക്കുന്നുണ്ടോ. അപ്പോൾ എനിക്ക് അതിന് താല്പര്യമില്ല. കാരണം എൻ്റെ മുഖത്തിനല്ലല്ലോ പ്രാധാന്യം, ആ കുട്ടീനെ കണ്ടെത്തുന്നതിലാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. കുട്ടിയെ കണ്ടെത്തുന്നത് വരെ ഉള്ളൊരിതായിരുന്നു. ഇപ്പോൾ ഒരുപാട് കണ്ടു, ഒരു എൻ്റെ ഫോട്ടോയാണെന്ന് പറഞ്ഞ് വേറെ ആളെ കാണിക്കുന്നത് കണ്ടു. അതെന്തായാലും ഞാനല്ല, ഇതാണ് ഞാൻ. അത്രേ ഉള്ളൂ. ഈ കുട്ടിയെ കണ്ടെത്തിയല്ലോ, അതിനുശേഷം ഇനി ബബിതയ്ക്ക് കുട്ടിയോട് സംസാരിക്കണം, അല്ലെങ്കിൽ ബബിത കുട്ടിയെ കാണണം, ഇത്തരത്തിലൊരു സാധനം ചിലപ്പം ആ കുട്ടിക്ക് തസ്മിത്തിന് ഇത് അറിയുക പോലും ഇല്ല. ഫോട്ടോ എടുത്തത് കൊണ്ടാണ് ഇങ്ങനെ കിട്ടിയത് അല്ലെങ്കിൽ കണ്ടത് എന്നുള്ള കാര്യം അറിയുക പോലും ഉണ്ടാവില്ല. പക്ഷെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ, ആ രീതിയിൽ സംസാരിക്കണമെന്നുണ്ടോ? സംസാരിക്കണമെന്നുണ്ട്. വീട്ടിലെന്തെങ്കിലും വിഷയങ്ങളുണ്ടോ? ഞാൻ ബേസിക്കലി ഒരു ട്യൂഷൻ ടീച്ചറാണ്. അപ്പോൾ 2-3 വർഷം കൊണ്ട് ട്യൂഷൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുട്ടികളൊക്കെ സംസാരിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് സംസാരിക്കണമെന്നുണ്ട് കുട്ടിയോട്. പിന്നെ അവരൊക്കെ അവരുടെ ഫാമിലിയുടെ മാറ്റേഴ്സ് അല്ലേ, ഞങ്ങളുടെ കാര്യമല്ലല്ലോ. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, എന്താണ് ഇന്നലെ ഇപ്പോൾ ഈ കുട്ടിയുടെ പെട്ടെന്ന് ഫോട്ടോ എടുക്കാനുള്ള സാധ്യത ഈ വിഷമിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെയാണോ, അതോ മറ്റെന്തെങ്കിലും ഒരു കാര്യം തോന്നിയിരുന്നോ? വിഷമിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ ഈ ഫോട്ടോ നാളെ ഞാനിങ്ങനെ അയച്ചു കൊടുക്കുമെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. കണ്ടപ്പോൾ എടുത്തു വച്ചിരിക്കാം എന്ന് തോന്നി. പിന്നെ ഒരു പെൺകുട്ടിയല്ലേ, ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് കരുതി എടുത്തതേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കുട്ടീനെ കാണാതാവുമെന്നൊന്നും. അങ്ങനെ രീതിയിൽ ചിന്തിച്ചിട്ടേ ഇല്ല. ശരി, ഇപ്പോൾ ഈ വാർത്തകളൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് കുട്ടി എവിടെയായിരിക്കും എന്ന ബബിത കരുതിയത്? അതിപ്പോൾ എനിക്ക് അറിഞ്ഞൂടല്ലോ. എന്തായാലും പാറശാല കഴിഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലായി അവർ കണ്ടപ്പോൾ. ബാക്കി എനിക്ക് അറിയുന്നില്ലല്ലോ, വാർത്ത കണ്ടപ്പോഴാണ് അറിയുന്നത്. ഏതായാലും ഇപ്പോൾ സന്തോഷം, ഒരുപാട് സന്തോഷം. ശരി. അപ്പോൾ അതാണ് ബബിത, ഒരു താരമാണ്. ബബിത എടുത്തൊരു ഫോട്ടോഗ്രാഫാണ് ഇത്തരത്തിൽ നിർണായകമായതിൽ സംശയമില്ല. 24-ലൂടെ വാർത്ത പുറത്തു വരുന്നു. ഈ 24-ലൂടെ തന്നെ ബബിത ഇത് പോലീസിനെ അറിയിക്കുന്നു. ആ തരത്തിൽ ഫോട്ടോ, ഈ കുട്ടിയെ കണ്ടെത്തുന്നതിൽ ഈ ബബിതയുടെ ഒരു ഫോട്ടോഗ്രാഫ് മൊബൈൽ പകർത്തിയ ഒരു ചിത്രം, അത് നിർണായകമായി എന്ന് തന്നെ വേണം പറയാൻ. സജീവനോടൊപ്പം ഹരികൃഷ്ണൻ, 24 തിരുവനന്തപുരം.